മാജിക് അവനിലേക്ക് സ്വാഗതം. വ്യത്യസ്തമായ വിഭവങ്ങളൊക്കെ പരീക്ഷിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും നമ്മളുടെ ചിക്കനെയും മത്സ്യത്തിനെയും ഒന്നും മറക്കാൻ പാടില്ല. കാര്യം എന്താ വെച്ചാൽ മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നോൺ വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്ന ആർക്കും ചിക്കനെയും ഫിഷ്, അതായത് മത്സ്യത്തിനെയും മാറ്റി നിർത്താൻ സാധിക്കില്ല. അപ്പോൾ കോഴിയും മീനും നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആഹാരമാണ്. അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ വീടുകളിലും നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരെല്ലാം ഒരു ദിവസം ഒരു കുറച്ച് മീൻ, എന്തെങ്കിലും ഒരു മീനെങ്കിലും ഇല്ലാതെ കഴിക്കാൻ ബുദ്ധിമുട്ടെന്ന് കാണാം. അപ്പോൾ മീനാണെങ്കിലും പിന്നെന്താ കോഴി ഉണ്ടാണെങ്കിലും വ്യത്യസ്തമായ പല പല വിഭവങ്ങൾ നമ്മൾ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇന്നും ഒരു പരീക്ഷണമാണ്. ഇത് കുറച്ച് വ്യത്യസ്തമായൊരു പരീക്ഷണം. ഇത് കോഴി കൊണ്ടുള്ളൊരു എന്താ പറയുക, ഒരു ഗ്രിൽഡ് ചിക്കൻ ആണ്. പക്ഷേ സാധാരണഗതിയിൽ ഗ്രിൽഡ് ചിക്കൻ ആണെങ്കിൽ ഒരു ഗ്രില്ല് വേണം. അതല്ലെങ്കിൽ അതൊരു തവ ഗ്രില്ലായിരിക്കണം. അതായത് ദോശക്കല്ല് പോലെ ഒരു കാര്യത്തിൽ വെച്ചിട്ടുള്ള ഗ്രില്ലാകാം. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാകാം, അതല്ലെങ്കിൽ സാധാരണ നോർമലായിട്ടുള്ളൊരു നാടൻ രീതിയിലുള്ള ദോശക്കല്ലാകാം. എന്തായാലും പാൻ ഗ്രിൽഡായിട്ട് സാധാരണ ചെയ്യും. അതല്ലെങ്കിൽ ഇലക്ട്രിക് ഗ്രില്ല്, അല്ലെങ്കിൽ എന്താ പറയുക, മറ്റേ കനലിട്ട് ചുട്ടെടുക്കുന്ന രീതി. പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് സങ്കല്പിക്കാമല്ലോ അല്ലേ? അത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു കടായി ഗ്രില്ലായാലോ. കടായി എന്ന് പറയുമ്പോൾ എന്താ, ചീനച്ചട്ടി. അപ്പോൾ ഒരു ചീനച്ചട്ടി മോഡലിലെ പാത്രത്തിൽ തന്നെ നമ്മൾ ചിക്കനെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോകണം. അപ്പോൾ ഗ്രില്ലെന്ന് വെച്ചാൽ ഒരു ടിപ്പിക്കൽ ഗ്രില്ലല്ല, പക്ഷേ എൻ്റെ മസാലയൊക്കെ ഒരു ഗ്രിൽഡ് ചിക്കൻ്റെ മസാലയാണ്. അതുകൊണ്ട് തന്നെ അതുണ്ടാക്കി വരുമ്പോൾ ഒരു ഗ്രിൽഡ് ചിക്കൻ കഴിക്കുന്നതിൻ്റെ ഒരു സ്വാദ് കിട്ടും. എന്നാൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പം. നമ്മളുടെ കടായി ഗ്രിൽഡ് ചിക്കൻ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ ഇടത്തരം ഒരെണ്ണം 12 കഷ്ണങ്ങളായി മുറിച്ചത്. ഇനി മസാലയ്ക്ക് വേണ്ട ചേരുവകൾ: മല്ലിയില 1/4 കപ്പ്, പുതിനയില 1/2 കപ്പ്, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മുഴുവൻ കുരുമുളക് 1 ടേബിൾ സ്പൂൺ, നല്ല കട്ട തൈര് 4 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഇഞ്ചി 1 വലിയ കഷ്ണം, വെളുത്തുള്ളി 10 വലിയ അല്ലി, ഉപ്പ് പാകത്തിന്, എണ്ണ 2 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മളുടെ കടായി ഗ്രിൽഡ് ചിക്കൻ തുടങ്ങുന്നതിന് മുന്നേ അതിന് വേണ്ട മസാല ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? ഇവിടെ എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാണ്. ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതിപ്പോൾ ഒരു മീഡിയം സൈസ് ആണെങ്കിൽ ഒരു മീഡിയം സൈസും ഒരു ചെറുതും കൂടി ആകാം, അപ്പോൾ വലുതാകും. ഒരു വലിയ പീസിൻ്റെ അതേപോലെ അത്രയും അളവുണ്ടാവും. പിന്നെ 10 വലിയ അല്ലി വെളുത്തുള്ളി. ചൈന വെളുത്തുള്ളിയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമ്മളുടെ നാടൻ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു വലിയ കുടം എന്ന് പറയാം. ചെറിയതാണെങ്കിൽ 2 എണ്ണം ആകാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് ചൈന 10 എണ്ണം ഇടുന്നതും നമ്മളുടെ നാടൻ വെളുത്തുള്ളി അതിൻ്റെ പകുതി ഇടുന്നതും ഒരുപോലെയാണ്, ആ മണവും രുചിയും കിട്ടുന്ന കാര്യത്തിൽ. പിന്നെന്താ പറയുക, കുരുമുളക്, മുഴുവൻ കുരുമുളക് പൊടിയല്ല, മുഴുവനേ ഉള്ളത് 1 ടേബിൾ സ്പൂൺ. എല്ലാം നമ്മുടെ സ്പൈസസാണ്, നമ്മുടെ സ്വന്തം നാട്ടിൻ്റെ സ്വന്തം കാര്യങ്ങൾ. പിന്നെന്താ, മുളക് പൊടി പിരിയൻ മുളക് പൊടി ആണെങ്കിൽ അങ്ങനെ ആകാം. അല്ലെങ്കിൽ ഇപ്പോൾ പിരിയനാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഫുൾ ഇടാം. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ആയാലും മതി. ഇതിപ്പോൾ ഞാൻ പിരിയനല്ല എടുത്തിരിക്കുന്നത്, ഏകദേശം 1.5 ടേബിൾ സ്പൂൺ. നല്ല സ്പൈസി ആയിട്ട് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ തന്നെ ഇട്ടോളൂ. അത് ഓരോരുത്തരുടെ ഇഷ്ടം. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ എപ്പോൾ വേണമെങ്കിലും കൂടുതൽ ചേർക്കാം. അപ്പോൾ തൽക്കാലം ഇത്രയും ഉപ്പിടാം. പിന്നെന്താ വേണ്ടത്? പിന്നെ 2 കാര്യങ്ങളുണ്ട്. അതായത് നിറച്ച് മല്ലിയില ഏതാണ്ട് ഒരു 1/4 കപ്പോളം അരിഞ്ഞെടുക്കുക. അരിഞ്ഞത് ഏതാണ്ട് 1/4 കപ്പോളം. പിന്നെന്താ, അതുപോലെ തന്നെ പുതിന അത്ര വേണ്ട, ഒരു 1/2 കപ്പ്. ഇങ്ങനെ ഇതളുകളായിട്ട് ഇളക്കിയെടുത്തത് ഏകദേശം ഒരു 1/2 കപ്പ്. ഇത്രയും കാര്യങ്ങൾ. പിന്നെന്താ വേണ്ടത്? ഒരു പ്രധാന കാര്യം കൂടിയുണ്ട്, തൈരാണ്. തൈര് നമ്മൾ ചെയ്യേണ്ടത് നല്ല കട്ട തൈര് കുറച്ച് നേരം ഒരു തുണിയിലോ അല്ലെങ്കിൽ ഒരു അരിപ്പയിലോ ഒഴിച്ചു വയ്ക്കുക. അപ്പോൾ കുറച്ച് അതിൻ്റെ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡ്രെയിൻ ഔട്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ കട്ടിയായിട്ടുള്ള തൈര് ഒരു 4 ടേബിൾ സ്പൂൺ എടുക്കുക. അതും കൂടി ചേർത്ത് അരച്ചെടുക്കുക. അപ്പോൾ ഒരു തരിതരാന്ന് പറഞ്ഞിട്ട് ഒരു നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതെല്ലാം കൂടി ഞാനൊന്ന് അരച്ചിട്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. അപ്പോൾ നമ്മളുടെ മസാല പേസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല മണമുള്ളൊരു മസാല പേസ്റ്റാണ് ഇത്. ശരിക്കും ഒരു ഗ്രിൽഡ് ചിക്കൻ്റെ മണം ഇപ്പോഴേ എനിക്ക് കിട്ടി തുടങ്ങി. ആ പുതിനയുടെയും മല്ലിയിലയും എനിക്കറിയില്ല എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു മണം എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു മണമാണ്. അപ്പോൾ ഇനി എന്താ വേണ്ടത്? ഇനി ഇതിൻ്റെ കൂടെ ഒരല്പം എണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ, വെളിച്ചെണ്ണ വേണ്ട, ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ ആകാം. 1, 2, അതും കൂടി ഒന്ന് യോജിപ്പിക്കുക. അപ്പം നമ്മളുടെ മസാല പേസ്റ്റിൻ്റെ കൂടെ കുറച്ച് ഓയിൽ 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ആകാം. പിന്നെ ചിക്കൻ്റെ പീസസ് നല്ല വലിയ പീസസ് ആയിട്ടാണ് മുറിച്ചത്. അപ്പോൾ ഒരു 1.5 കിലോയുടെ ചിക്കനെ ഒരു 12 കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഒന്ന് വരഞ്ഞ് വയ്ക്കുക.
അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് പിടിക്കാം. ഇനി എന്താ വേണ്ടത്? കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം ചിക്കൻ്റെ പീസസ്. അതിലേക്ക് നമ്മളിങ്ങനെ ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാല മസാല വളരെ കൂടുതലായിട്ടുണ്ട്, നന്നായിട്ട് നിറച്ച് പിടിച്ചിരിക്കാൻ പാകത്തിന് ഇഷ്ടംപോലെ മസാലയുണ്ട്. ഇനി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇതിലേക്ക് തിരുമ്മി യോജിപ്പിക്കും. ഈ മസാല എല്ലാം ചിക്കൻ്റെ പീസസിൽ നന്നായിട്ട് പിടിക്കും. അപ്പോൾ നമ്മളിങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അകത്തേക്കൊക്കെ നന്നായിട്ട് കയറിപ്പോവും. എന്തായാലും നമ്മുടെ മസാല നന്നായിട്ട് ചിക്കനിൽ പിടിക്കട്ടെ. ഒരല്പ സമയം ഒന്ന് വയ്ക്കാം. നമുക്കൊരു മണിക്കൂർ മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് നമ്മളുടെ കടായി ഗ്രിൽഡ് ചിക്കൻ തയ്യാറാക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ സമയം കഴിഞ്ഞു. നമ്മളുടെ ചിക്കൻ ഇങ്ങനെ മസാലയിലെല്ലാം പൊതിഞ്ഞിങ്ങനെ മാരിനേറ്റഡ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒരു കടായി എന്ന് പറയുമ്പോൾ ഒരു ചീനച്ചട്ടിയുടെ ഷേപ്പിലുള്ളൊരു പാത്രം. അപ്പോൾ ഇതിപ്പോൾ ഒരു നോൺ സ്റ്റിക്കാണ്. സത്യം പറഞ്ഞാൽ ഒറിജിനൽ കടായി ആണെങ്കിൽ ഏറ്റവും നല്ലത്, ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആണെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ ഇതും കുഴപ്പമില്ല, നമുക്കൊരു കടായിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ മോഡേൺ കടായിയാണ്. ഇതിലേക്ക് നമ്മൾ ചിക്കൻ അതിൻ്റെ മസാലയോട് കൂടി ചേർക്കുക. വെറ്റ് മസാല. എന്നിട്ട് പാത്രം ഒന്ന് അടച്ച് ഒരു ഇടത്തരം തീയിൽ കുറച്ച് കഴിയുമ്പോൾ തീ ഒന്ന് കുറച്ച് കൊടുക്കുക. ആദ്യം ഒരു അല്പം ചൂടോടുകൂടി, അത് കഴിഞ്ഞിട്ട് തീ ഒരു അല്പം കുറച്ചിട്ട് ഒരു ഇടത്തരം തീയിൽ അടച്ചിട്ട് വേവിക്കും. അപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ ഇറങ്ങും. ആ വെള്ളത്തിൽ കിടന്ന് ചിക്കൻ വെന്തിങ്ങനെ വറ്റി വരണം, അതുവരെ വേവിക്കും. അപ്പോൾ പാത്രം അടച്ച് തീ ഒരല്പം കുറച്ച് കൊടുക്കാം. ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അത് കഴിയുമ്പോൾ പാകത്തിന് വെന്തിട്ട് ഒന്ന് എന്താ പറയുക വറ്റി ഇരിക്കുന്നൊരു പാകം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം. അപ്പോൾ നമ്മളുടെ ചിക്കൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്ത, ചാറെല്ലാം വറ്റി, ഇപ്പോൾ ഡ്രൈ ആയിട്ട് ഇങ്ങനെ നമ്മൾ 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ചേർത്തല്ലേ, ആ മസാല മാരിനേറ്റ് ചെയ്യാൻ നേരത്തെ ചേർത്തല്ലോ, ആ എണ്ണ അങ്ങോട്ട് തെളിഞ്ഞ് അതിൽ കിടന്നിങ്ങനെ മൂത്തുകൊണ്ടിരിക്കുവാണ്. ഇടയ്ക്ക് 2 പ്രാവശ്യം ഞാൻ അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു. ഇതിൻ്റെ പ്രോഗ്രസ് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. വെള്ളം എപ്പോഴാണ് വറ്റുന്നത്, അതിനാവശ്യത്തിനുള്ള എന്താ പറയുക, ഇത് അടി പിടിക്കില്ല, കാര്യം ഇത് നോൺ സ്റ്റിക്കാണ്. പിന്നെ അരപ്പെല്ലാം ഇങ്ങനെ പൊതിഞ്ഞ് എണ്ണ മാത്രം തെളിയുന്ന ഒരു സ്റ്റേജ്, അതായത് അരപ്പിലെ വെള്ളം എല്ലാം വറ്റി ഇങ്ങനെ ചിക്കനിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേജ്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കും. ഇപ്പോൾ അതേ നോക്കൂ, ഒരു ഗ്രിൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലിങ്ങനെ കിടന്ന് ഗ്രിൽഡ് ആവുകയാണ്. ഗ്രിൽ ആവുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇങ്ങനെ മൊരിഞ്ഞിങ്ങനെ പറ്റിപ്പിടിക്കും. അരപ്പെല്ലാം ഇങ്ങനെ അവിടെ പീസസിലിങ്ങനെ പറ്റി ഒരു ചെറിയ ബ്രൗൺ കളറായി വരും. ഇങ്ങനെ മൊരിഞ്ഞ് എന്താ പറയുക, അതൊരു ബ്രൗൺ കളറിങ്ങനെ കിട്ടും. പീസസിലെല്ലാം ഇങ്ങനെ പറ്റി അരപ്പെല്ലാം പിടിച്ച് ഒരു ഗ്രിൽഡ് മണം. ഇച്ചിരി സമയം കൂടി ഇനി അടപ്പ് തുറന്നിട്ടിട്ട് കുറച്ച് സമയം ഇങ്ങനെ ഒരു ചെറിയ തീയിലിട്ടിട്ട് 2 സൈഡും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ കടായി ഗ്രിൽഡ് ചിക്കൻ റെഡിയാവും. അപ്പോൾ അല്പ സമയം കൂടെ വെയിറ്റ് ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് റെഡിയാവും. അത് കഴിഞ്ഞിട്ട് നമുക്കത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ എല്ലാ പീസസും 2 സൈഡും പാകത്തിന് ഗ്രിൽഡായി നല്ല മൂത്ത് വെന്നിട്ടുണ്ട് 2 സൈഡിലും. ഞാൻ ഒരു തുള്ളി എണ്ണ പോലും പിന്നെ ഒഴിച്ചിട്ടില്ല. ആകെ 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് നമ്മുടെ ആ മസാലയുടെ കൂടെ മിക്സ് ചെയ്തത്. ആ എണ്ണയിൽ കിടന്നിട്ട് തന്നെയാണ് ഇത് ഗ്രിൽഡായി വരുന്നത്. നല്ലൊരു മണം ഗ്രിൽഡ് ചിക്കൻ്റെ. അപ്പോൾ തവ ഗ്രിൽഡ് അല്ല, ഇത് കടായി ഗ്രിൽഡ് ചിക്കനാണ്. അപ്പോൾ ഇനി എന്തായാലും തീ ഓഫ് ചെയ്യാം. എത്ര വേണം മൂപ്പിക്കണോ അതനുസരിച്ച് മൂപ്പിക്കാം. അത് നോക്ക്, ഓരോ പീസിൻ്റെ സൈഡ്സിൽ കളർ മാറുന്നുണ്ട്. ബ്രൗൺ കളറായിട്ടിരിക്കുന്ന ഒരു ഗ്രിൽഡായിട്ട് വരുന്ന പോലെ നല്ല മണവും അങ്ങനെ ഒരു ടെക്സ്ചർ. നല്ല സോഫ്റ്റാണ്. ഈ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പീസസൊക്കെ വളരെ സോഫ്റ്റാണ്. കാര്യം നമ്മൾ തൈരും കൂടി മാരിനേഷൻ്റെ സമയത്ത് ഉപയോഗിച്ചിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും അകത്തേക്ക് മസാല പിടിച്ച് സ്വാദുള്ള നല്ല മണമുള്ള നമ്മുടെ കടായി ഗ്രിൽഡ് ചിക്കൻ റെഡി. ഇനി തീ ഓഫ് ചെയ്തു. ഇനി ഞാൻ വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാൻ പോകും.
നമ്മളുടെ കടായി ഗ്രിൽഡ് ചിക്കൻ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇനി ഇതിന് പ്രത്യേകിച്ച് അലങ്കാരമൊന്നും ആവശ്യമില്ല. കാര്യം ഇതൊരു നാടൻ രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. ചേരുവകളിൽ ഒരുപാട് നാടൻ വിഭവങ്ങൾ തന്നെയാണെങ്കിലും ചേരുവകളുടെ കൂട്ടത്തിൽ ടോട്ടാലിറ്റി നോക്കുകയാണെങ്കിൽ ഇത് ഒരു ഗ്രിൽഡ് പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കടായി ഗ്രിൽഡ് ചിക്കന് അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തത്, ഒരു റിഫൈൻഡ് ഓയിൽ, പിന്നെ ആ മസാല എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ശരിക്കും ഒരു നാടൻ രുചിയല്ല നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. വ്യത്യസ്തമായൊരു ഗ്രിൽഡ് ചിക്കൻ്റെ രുചി തന്നെയായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കാൻ പറ്റിയ ഐറ്റമാണ്. ചപ്പാത്തിയുടെ കൂടെ ബ്രെഡ്, പിന്നെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. എന്നാലും കൂടുതലായിട്ട് ചപ്പാത്തി പോലെയുള്ള റോട്ടീസ്, നാൻ, അങ്ങനത്തെ കാര്യങ്ങൾക്കായിരിക്കും ഇത് നല്ലൊരു കോമ്പിനേഷനായിട്ട് വരുന്നത്. എന്തായാലും നല്ല മണം, നല്ല രുചി. ഇത് ഞാൻ ഇച്ചിരി സ്പൈസി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല എരിവുണ്ട്. പക്ഷേ ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറയ്ക്കുക. 2 ടേബിൾ സ്പൂൺ വരെ 1.5 ടേബിൾ സ്പൂൺ ആക്കുക. കുരുമുളക് 1 ടേബിൾ സ്പൂൺ, അത് വേണമെങ്കിൽ കുറയ്ക്കാം. എത്ര വേണം അതനുസരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടം.